നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് ലിപ്സ്റ്റിക്ക്, ഫേസ് ക്രീം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് രാസവസ്തുക്കൾ എത്തുകയും അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഇതിന് ഫേവർ ചെയ്ത് സംസാരിക്കാനും ഉണ്ടാകും. കാരണം ചിലർ വന്നിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലോ, എനിക്കിതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ കുറച്ചാൾ യൂസ് ചെയ്തുള്ളൂ, അപ്പോഴത്തേനും എൻ്റെ സ്കിൻ ആകെ ഇച്ചിങ് ആയി അല്ലെങ്കിൽ ബേണിങ് സെൻസേഷൻ ആണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇതിലെന്താണ് സത്യമായിട്ട് ഇതിൻ്റെ ഇതിൽ പറയുന്ന വല്ല ഫാക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ വെറുതെ ആളുകൾ ഇറക്കി വിടുന്നതാണോ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ അടുത്ത് നടന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു നേതൃത്വത്തിൽ ഒരു ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഈ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിൻ്റെയൊക്കെ നിലവാരം നോക്കാനും അതുപോലെ തന്നെ ഏതൊക്കെയാണ് ബ്രാൻഡഡ്, വെറുതെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നിന്നോ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നിന്നോ ഒരു ബ്രാൻഡോ നെയിമോ ഒന്നുമില്ലാതെ ഇറക്കി വിടുന്ന ഈ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണോ അല്ലെങ്കിൽ ഇതൊക്കെ മര്യാദക്ക് ഉള്ള സാധനങ്ങളാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ 12,000-ലധികം മെർക്കുറി യൂസ് ചെയ്യുന്ന, അതായത് ഈ മെർക്കുറി എന്ന് പറയുന്നത് ഒരു യൂസ് ചെയ്യുന്നതിനൊരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഈ കോസ്മെറ്റിക്സിലും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ വരെ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് പോലെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ മെർക്കുറി അത് 12,000 ഇരട്ടിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി, നമ്മുടെ എല്ലാം ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി, ലിവർ എല്ലാം അടിച്ചു പോകുന്ന രീതിയിലേക്കാണ് അവരതിൻ്റെ ഈ രാസവസ്തുക്കൾ ചേർത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ചിലർ പറയും നൈറ്റ് ക്രീം, ഈ ഒരു ദിവസം രാത്രി തേച്ചിടുന്ന പിറ്റേന്ന് വെളുക്കുന്ന ക്രീം. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ചിന്തിക്കാം അത് എത്രമാത്രം അപകടകാരികളാണ് അത്തരത്തിലുള്ള ക്രീമുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ് ക്രീമുകളായിക്കോട്ടെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ എല്ലാം. ഇപ്പോൾ ചിലർ പറയും ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടില്ല എന്ന് പറയും ഡെയിലി യൂസ് ചെയ്യുന്നവർ. ശരിയായിരിക്കാം, നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ നമ്മളത് എന്നും യൂസ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് ഫേസ് അതില്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ്, ഇതെല്ലാം നല്ല ബ്രാൻഡിൽ കൊടുക്കുന്നവയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം എത്ര നല്ല ബ്രാൻഡുകളാണെങ്കിൽ പോലും ഇതിലെല്ലാം എന്താ വന്നിരിക്കുന്നത്, കെമിക്കൽസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സെലക്ഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അതിനുവേണ്ടി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല റിവ്യൂ ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് അത്രയും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കില്ല എന്നുറപ്പുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഓരോ രീതിയിലും ഇത്തരത്തിലുള്ള ഫേസ് ക്രീമുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കണ്ടെത്തി 2 ലക്ഷത്തിലധികം ഫേക്ക് പ്രൊഡക്ട്സ് ആണ്, ഫേസ് ക്രീമുകൾ ഫേക്ക് പ്രൊഡക്ട്സ് ആണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെർക്കുറിയുടെ അളവെന്ന് പറയുന്നത് ഹ്യൂജാണ്. ഇവ ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നമ്മളിത് യൂസ് ചെയ്തു നാളെ നമുക്ക് ഇതിലും പറ്റുന്നു, നെവർ, അങ്ങനെയല്ല. ഇത് സ്ലോലി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയില്ല. നമ്മളൊരു ഏജൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കണ്ടു തുടങ്ങും. നമുക്ക് അവിടെ ഒരു വേദന അല്ലെങ്കിൽ കാലിൽ നീര് വരുന്നു അല്ലെങ്കിൽ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇത് വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു. ആ സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ കിഡ്നി ഫെയിലിയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ലിവറിന് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ തരുന്ന ഒന്നല്ല, പക്ഷേ സ്ലോ ആണെങ്കിലും ഫോർ ഷുവർ ഇതെന്ത് സംഭവിച്ചിരിക്കും. ഈ ഒരു കണ്ടിന്യൂസ് യൂസ് ചെയ്യുക, വർഷങ്ങൾ, ഇപ്പോൾ ഒരു 5 years 6 years കണ്ടിന്യൂസ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. നമ്മുടെ ഓർഗൻസിന് ഇതെല്ലാം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യരുത് എന്നല്ല നമ്മൾ ഇതിലൂടെ മീൻ ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് ബെറ്റർ ആയിട്ടുള്ളതും മാക്സിമം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇല്ലെങ്കിൽ ഒക്കേഷണലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഈ ഒരു ഫേസ് ക്രീംസും അതുപോലെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ എടുത്തു പറയേണ്ടത് ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒന്ന് വീട്ടിൽ പോലും ഇപ്പോൾ പലർക്കും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിലുള്ള
ക്രോമിയം ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാസവസ്തുക്കളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും കുറച്ച് വെള്ളം കുടിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വയറ്റിനുള്ളിൽ ഇത് എത്തുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഇത് വല്ലാതെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ രാസവസ്തുക്കളൊക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല, എന്നാലും ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഇന്നൊരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് മാത്രം അങ്ങനെ വരില്ല, ഡെയിലി നിങ്ങളിത് യൂസ് ചെയ്യുക, എന്നും നിങ്ങളിത് ഉപയോഗിക്കുക, കിടക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിലൊക്കെ നിങ്ങളുടെ ഫുൾ ബോഡിയിലേക്ക് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആ രാസവസ്തുക്കൾ ചെല്ലുന്നുണ്ട്. രാവിലെ തൊട്ടേ നിങ്ങളിത് കണ്ടിന്യൂസ് വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ സലൈവയുടെ കൂടെ നിങ്ങൾ എന്താണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കണ്ടൻറ്റാണ് നിങ്ങളുടെ വയറ്റിനുള്ളിൽ ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം എത്രമാത്രം ബുദ്ധിമുട്ട് നിങ്ങളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിന് അത് ഭയങ്കര സൈഡ് എഫക്റ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചിലരുണ്ട് അവർക്ക് അത്രയും, നമ്മൾ നോർമൽ മലയാളികൾ അങ്ങനെയല്ല, എന്തിനിപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് ആ ലിപ്സ്റ്റിക്ക് വാങ്ങുന്നത്, സെയിം ഷെയ്ഡ് തന്നെ ഇത്രയും വില കുറച്ച് ഇവിടെ ഉള്ളപ്പോൾ എന്ന് ചിന്തിച്ച് വാങ്ങുന്നവരുണ്ട്. പക്ഷേ ഈവൻ ബ്രാൻഡഡ് ആണെങ്കിൽ പോലും അതിൽ കെമിക്കൽസ് ആണ്, അത് ഉറപ്പാണ്. പക്ഷേ ഈ ബ്രാൻഡഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലിപ് ക്രാക്കിംഗ് അല്ലെങ്കിൽ ലിപ് പിഗ്മെൻറ്റേഷൻ, ഇതിനൊക്കെ കമ്പാരിറ്റീവ്ലി ഒരു കുറവ് വരും എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുക, അതൊന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല കോസ്മെറ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഫേസ് ക്രീമും ലിപ്സ്റ്റിക്കൊക്കെ പോലെ തന്നെ മറ്റൊരു കെമിക്കലാണ് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്റ്റീറോയിഡ് എടുക്കുന്നവർക്ക് പെട്ടെന്ന് ചേഞ്ചസ് വരും. നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് നമുക്കതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്ന് വരും. പക്ഷെ അതൊരിക്കലും ബെനിഫിറ്റ് അല്ല, അത് ഭയങ്കര സൈഡ് എഫക്റ്റാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്റ്റീറോയിഡൊക്കെ എടുക്കുന്നവർ ഒരിക്കലും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. ഇപ്പോൾ ബെറ്റ്നോവൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റീറോയിഡാണ്, അതുപോലെ സ്കിൻലെറ്റ്, അതുപോലെ മെലാക്കെയർ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം, കുഴപ്പമില്ല. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂട്ടാത്തയോൺ, അത് നമുക്ക് എടുക്കാം. അതിന് ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്തെടുത്താലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളിത് എടുക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ നടത്താമെന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോഡീനെ കുറിച്ചിട്ട് നമുക്ക് വലിയ അറിവുണ്ടാവില്ല. അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ ഹോർമോൺസിൻ്റെ ലെവലും കാര്യങ്ങളും, അതുപോലെ ബാക്കിയുള്ള എന്തൊക്കെ കണ്ടൻസാണ് നമ്മുടെ ബോഡിയിലുള്ളത്, അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും എടുത്തു കഴിയുമ്പോൾ എത്രമാത്രം ഡോസിൽ നമുക്ക് ഇത് പുറത്തേക്ക് നമുക്ക് ഇൻടേക്ക് എടുക്കുക എന്നുള്ളത് അറിയാൻ പറ്റും ഉള്ളിലേക്ക്. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാം. പക്ഷേ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് ഡോക്ടേഴ്സിനെ കാണാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സെലിബ്രിറ്റീസ് ഒന്നും ഇത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എല്ലാം എന്താ പറയുക ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് കഴിക്കുന്നു, IV എടുക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരിത് കടയിൽ നിന്ന് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നതല്ല. ഇവരിത് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവർക്കത് ഡോക്ടറെ കണ്ടിട്ടും അവരുടെ ബോഡി ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇവരിത് എടുക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, ഇതൊരു ജസ്റ്റ് കാണുന്നു നമുക്ക് എടുക്കാം എന്നൊരു രീതിയിൽ നമ്മളിത് ചെയ്യുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യാം. സോ മസ്റ്റായിട്ട് നമ്മൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്തിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് കൺഫേം ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കാവൂ. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല, നമ്മൾ ഇത്തരത്തിലുള്ള ലിപ്സ്റ്റിക്ക്, ഫേസ് ക്രീംസ്, സിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഒട്ടും പറ്റില്ല എന്നൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഒക്കേഷണലി ഇത് യൂസ് ചെയ്യാം. സോ ഇതുപോലത്തെ നെക്സ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.